ഞാൻ ഉമ്മനെ കാണുമ്പോൾ കരയുന്നു അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ പണ്ടെങ്ങാണ്ട് എന്നെ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ഹോസ്റ്റലിൽ കൊണ്ട് ചേർത്തി അന്നാ ഞാൻ കരഞ്ഞത് ഉമ്മ പോയപ്പോൾ. അല്ലാതെ ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്നുണ്ട്. ഒരു വർഷമായിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടില്ല. ഞാൻ ഡയറക്റ്റ് വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം ബിഗ് ബോസിലേക്കാണ് പോയത്. ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്നിട്ടുള്ളൂ. അപ്പം എനിക്ക് ആ പ്രശ്നമില്ല. കാരണം ഞാൻ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എപ്പോഴും എൻ്റെ അടുത്തുള്ള പോലെ എനിക്ക് ഫീലിംഗ്. ഇത് അവരെ പറ്റിയുള്ള അറിവുകളൊന്നുമില്ല. അതാണ് വിഷമം. അവർ സുഖമാണോ, അവർക്ക് ഓക്കെ ആണോ, ഫാമിലി മെമ്പേഴ്സൊക്കെ ഓക്കെ ആണോ, അവർക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. ഫിനാൻഷ്യൽ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇതെല്ലാം കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ. ഞാനിവിടെ കിടന്ന് വിഷമിക്കുന്നവർ കാണുന്നുണ്ട്. പിന്നെ എന്നെ ഒരു പരദൂഷണക്കാരിയായിട്ട് പോർട്രേ ചെയ്യുന്നത് കാണുമ്പോഴും കേൾക്കുമ്പോഴും വിഷമം തോന്നും. അപ്പോൾ എന്നെപ്പറ്റി ഞാൻ എന്താണെന്ന് എൻ്റെ ഉമ്മയ്ക്ക് അറിയാം. ഞാനല്ല, അൻസിബ അല്ല, വേറൊരു അൻസിബയെ പോർട്രേ ചെയ്യുന്ന കാണുമ്പോൾ ഉറപ്പായിട്ട് എൻ്റെ ഉമ്മയ്ക്ക് ഭയങ്കര വിഷമമാവും. അപ്പം ഇതൊക്കെയാണ് എന്നെ അലട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ സിബ്ലിങ്സ്, അവരും ഞാൻ എന്ന് പറഞ്ഞ ജീവനാണ്. അപ്പോൾ അവർക്കും വിഷമമാവും. ഇത്താത്തനെ പറ്റി ഇങ്ങനെ പറയണല്ലോ, ഇത്താത്ത അങ്ങനെയല്ലല്ലോ എന്നൊക്കെ അവർ പറയുന്നുണ്ടാവും. അവർക്ക് എത്ര പേരെടുത്ത് പറയാൻ പറ്റും എൻ്റെ ഇത്താത്ത ഇങ്ങനെയല്ല, എൻ്റെ ഇത്താത്ത പാവമാണെന്ന് അവരിങ്ങനെ പറഞ്ഞു നടക്കുമായിരിക്കും. പക്ഷെ പാവങ്ങൾ അവർക്ക് എത്ര പേരോട് പറയാൻ പറ്റും. എനിക്ക് അതൊക്കെ വിഷമം ഉണ്ടായിരുന്നു. അപ്പം അവർ വിഷമിക്കുന്നത് ആലോചിച്ചിട്ട് അതാണ് ഉമ്മനെ കണ്ടപ്പോൾ ഞാനങ്ങ് പൊട്ടി കരഞ്ഞു പോയത്. അപ്പോൾ ജാസ്മിനെ പോയി അതിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ജാസ്മിൻ അഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു സംസാരിച്ചത്. പക്ഷെ ഞാനൊരിക്കലും പേഴ്സണലി സംസാരിച്ചതല്ല. അതിനകത്ത് എന്താണോ ചെയ്തത് അതിന് അഗെയിൻസ്റ്റ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും ജാസ്മിനെ ഞാൻ പേഴ്സണലി ഒരു രീതിയിൽ ഞാൻ ടാർഗറ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതിനകത്ത് നടന്ന കാര്യങ്ങൾ എൻ്റെ അഭിപ്രായം ഞാൻ തുറന്ന് എപ്പോഴും പറഞ്ഞിട്ടില്ല. അഭിപ്രായമാണ് പറഞ്ഞത്. അല്ലാതെ ഞാൻ ഒരിക്കലും വഴക്കുണ്ടാക്കാനോ അടിയുണ്ടാക്കാനോ ഞാൻ പോയിട്ടില്ല. അപ്പോൾ എൻ്റെ ഉമ്മ വന്നപ്പോഴും എല്ലാവരും അതിനകത്തുള്ള ഒരു കണ്ടസ്റ്റൻസ് ആയിട്ട് കണ്ടിട്ടുള്ളൂ. പിന്നെ ആ ഒരു ഇതിൽ മാത്രമേ കെട്ടിപ്പിടിച്ചത്. അപ്പോൾ ഉമ്മ എന്നെ അടുത്തത് കണ്ടത് ജാസ്മിനെയാണ്. അപ്പോൾ ഉമ്മ കെട്ടിപ്പിടിച്ചു. അപ്പോൾ എൻ്റെ അനിയത്തി ഇപ്പോൾ MA പഠിക്കുക. അപ്പോൾ ഉമ്മ വിചാരിച്ച എൻ്റെ ചെറിയ മോളെ പോലെ അത്രേ ഞാൻ കാണുന്നുള്ളൂ. ഉമ്മ അത് പറഞ്ഞിട്ടാണ് കെട്ടിപ്പിടിച്ചത്. അപ്പോൾ ഉമ്മ ഓൾറെഡി എന്നെ കണ്ടതിൻ്റെ സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് പോയി കെട്ടിപ്പിടിച്ചത്, എൻ്റെ മോളാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഉമ്മ അതിനകത്ത് എല്ലാവരുടെ അതുപോലെ തന്നെ ബിഹേവ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ എൻ്റെ ഉമ്മാന്റെ ക്വാളിറ്റി ആയിട്ടാണ് കാണണം. ഉമ്മക്ക് എല്ലാവരും സ്നേഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത്. അതെ, ഇപ്പം പുറത്തിറങ്ങിയപ്പം നമ്മൾ വിചാരിക്കാത്ത ട്രോൾസ്, മീംസ് ഒക്കെ കണ്ടിട്ടുണ്ടാവല്ലോ. അപ്പൊ അതില് ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു ട്രോൾ അല്ലെങ്കിൽ മീമും പിന്നെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള ഒരു മീം. എനിക്ക് വിഷമമുള്ള കാര്യം ഞാനിപ്പോഴും വിശ്വസിക്കുന്ന എന്നെ പറ്റി കുറ്റം പറയാൻ കിട്ടാത്തത് കൊണ്ടായിരിക്കാം പരദൂഷണം. അല്ലെങ്കിൽ കട്ടിൽ റാണിയൊന്നും എനിക്ക് വിഷമം തോന്നിയിട്ടില്ല. അപ്പൊ വീട്ടിലാണെങ്കിലും കട്ടിലും സോഫയും അല്ലെങ്കിൽ ഫ്ലോറിലിരിക്കുക ഇത്ര ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് അതിൽ വിഷമം തോന്നിയില്ല. പക്ഷെ പരദൂഷണം, വിഷം, എന്തൊക്കെയോ അണലി സിബ, ബെഡ്സിബ എനിക്ക് ഒരു പ്രശ്നമില്ല. ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം അങ്ങനെ അവിടെ അതിനകത്ത് എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. എന്നെക്കാൾ കൂടുതൽ സംസാരിച്ച ആളുകളുണ്ട്. അപ്പം ഞാൻ ഒരാളുടെയും പേഴ്സണലി ആയിട്ടൊന്നുമല്ല പറഞ്ഞത്. അതിനകത്ത് എന്താണോ ചെയ്തത് അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.